അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത് ഡെഡ് ലോക്കാണ്. അപ്പോൾ ഡെഡ് ലോക്ക് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഇതാ ഒരു എക്സാമ്പിളാണ് ഇവിടെ ഇലിസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കൊരു ടേപ്പിൻ്റെ അകത്തു നിന്നൊരു ഫയലിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു പ്രോസസ്സാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ഒരു പ്രോസസ്സ് ഉണ്ടാവും, പ്രോസസ്സ് P1 എന്നാണ് അതിന് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഒരു പ്രിൻ്റർ ഉണ്ടാവും, പിന്നെ ടേപ്പിൻ്റെ അകത്തുള്ള ആ ഫയലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ഈ പ്രോസസ്സ് P1 എന്ന് പറഞ്ഞ ഇതിനൊരു റിക്വസ്റ്റ് കൊടുക്കും. അതായത് P1 റിക്വസ്റ്റ് ചെയ്യും ആ ഫയൽ കിട്ടാൻ വേണ്ടിയിട്ട്, ടേപ്പിൻ്റെ അകത്തുള്ള ഫയൽ കിട്ടാൻ വേണ്ടിയിട്ട് ഫയലിൽ റിക്വസ്റ്റ് ചെയ്യും. എന്നിട്ട് ആ ഫയൽ എന്ത് ചെയ്യും, ടേപ്പിൻ്റെ അകത്തുനിന്ന് അപ്പോൾ ആ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അത് ടേപ്പിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആ ഫയലിനെ അലോക്കേറ്റ് ചെയ്ത് തരും. എന്നിട്ട് അലോക്കേറ്റ് ചെയ്തിട്ട് പ്രോസസ്സിന് കൊടുക്കും P1-ന്. എന്നിട്ട് ആ P1 അത് പ്രിൻ്ററിന് ഒരു റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ പ്രിൻ്റർ എന്ത് ചെയ്യും, അത് അലോക്കേറ്റ് ചെയ്ത് തരും നമുക്ക്. ആ ഫയൽ എവിടെയാണെന്ന് അതിൻ്റെ പ്രോപ്പർ അലോക്കേഷൻ നമുക്ക് തരും. അപ്പോൾ അതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഡെഡ് ലോക്ക് പ്രിവെൻഷനാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു ഡെഡ് ലോക്ക് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ നമുക്ക് ഡെഡ് ലോക്കിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന്, അതായത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാമെന്ന്, അതാണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് 4 വേസിൽ ഡെഡ് ലോക്കിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എലിമിനേറ്റ് മ്യൂച്വൽ എക്സ്ക്ലൂഷനാണ്. അതായത് നമുക്കറിയാം മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഉണ്ടായാൽ ഡെഡ് ലോക്കിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഡെഡ് ലോക്ക് ഉണ്ടാവുക ഒരു മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എങ്ങനെ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ അതായത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഡിസാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് അത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു റിസോഴ്സിൽ നിന്ന്, അതായത് ടേപ്പോ ഡ്രൈവോ പ്രിൻ്ററോ, അതൊന്നും നമുക്ക് പോസിബിളായിട്ടുള്ള കാര്യമല്ല. കാരണം അതിൻ്റെ ഇതൊന്നും ഒരിക്കലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ മ്യൂച്വൽ എക്സ്ക്ലൂഷന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ. പിന്നെ സെക്കൻഡ് വൺ എലിമിനേറ്റ് ഹോൾഡ് ആൻഡ് വെയിറ്റ്. അതാണ് അടുത്ത ഒരു പ്രിവെൻഷൻ മെത്തേഡ്. അപ്പോൾ അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, അതിൽ നമ്മൾ എല്ലാ റിക്വയർഡ് റിസോഴ്സിനെ എലിമിനേറ്റ് ചെയ്യണം. അതായത് പ്രോസസ്സിൻ്റെ അകത്ത് നിന്ന് അത് എല്ലാം നമ്മൾ റിസോഴ്സ് എല്ലാം എലിമിനേറ്റ് ചെയ്യണം. അതായത് ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ അത് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയണം. അതാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഹോൾഡും വെയിറ്റ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. അതായത് ഹോൾഡും വെയിറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ എലിമിനേറ്റ് ചെയ്യുമ്പോൾ അത് ഒരു ലോ ഡിവൈസ് യൂട്ടിലൈസേഷനിലേക്ക് മാറും. ഹോൾഡും വെയിറ്റും നമ്മളിപ്പോൾ ഈ റിസോഴ്സ് എല്ലാം എലിമിനേറ്റ് ചെയ്യുമ്പോൾ അതൊരു ലോ ഡിവൈസ് യൂട്ടിലൈസേഷനിലേക്ക് മാറുകയാണ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രോസസ്സിന്, നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിന് ഒരു പ്രിൻ്ററിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് സമയത്തേക്ക് നമ്മളിപ്പോൾ പ്രിൻ്ററിനെ അലോക്കേറ്റ് ചെയ്യണമല്ലോ. നമ്മളിപ്പോൾ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ പ്രിൻ്ററിനെ അലോക്കേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അലോക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ പ്രിൻ്ററിൻ്റെ എക്സിക്യൂഷൻ അവിടെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ആ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാതെയാണ് നമ്മൾ ഈ പ്രിൻ്ററിൻ്റെ അലോക്കേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ പ്രിൻ്ററിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം. അതായത് അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് അതോടെ ബ്ലോക്ക് ചെയ്യാണ്. അതാണ് ഹോൾഡ് ആൻഡ് വെയിറ്റിൽ പറയുന്നത്. പിന്നെ അതിൽ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു പുതിയ റിക്വസ്റ്റ് കൊടുക്കുകയാണ് ഒരു പുതിയ പ്രോസസ്സിന്, അല്ലെങ്കിൽ ഒരു പുതിയ സോഴ്സിന് വേണ്ടി നമ്മളൊരു പുതിയ റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ആ പ്രോസസ്സ് ഒരു പുതിയ റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അതായത് അതിൻ്റെ കറണ്ടായിട്ട് ഉള്ള സെറ്റ് ഓഫ് റിസോഴ്സിനെ റിലീസ് ചെയ്തതിൻ്റെ ശേഷം, അല്ലെങ്കിൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ് പ്രോസസ്സ്. അപ്പോൾ ഈ പ്രോസസ്സ് ഒരു സ്റ്റാർവേഷൻ എന്നുള്ള കണ്ടീഷനിലേക്കാണ് മാറി. ഓക്കെ.
അതായത് നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇവിടെ പ്രോസസ്സ് P1 ഉണ്ട്, അതേപോലെ റിസോഴ്സ് R1 ഉണ്ട്. അപ്പോൾ ഈ പ്രോസസ്സ് ഒരു പ്രോസസ്സിനെ ഓൾറെഡി ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടേ നമുക്ക് അടുത്ത പ്രോസസ്സ് അതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതുവരെ അത് വെയിറ്റ് ചെയ്യണം ആ റിസോഴ്സ്. ഓക്കെ, P1 ഈസ് ഹോൾഡിങ് R1. ഇതിൽ ഫസ്റ്റ് ഹോൾഡ് ചെയ്യുന്നത് R1 ആണ്. പിന്നെ അടുത്തത് P1 എന്ത് ചെയ്യാണ്, R2ന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതായത് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ R1 എന്ന റിസോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത റിസോഴ്സിനെ എടുക്കാൻ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരു റിസോഴ്സ് റിലീസ് ആയതിൻ്റെ ശേഷമേ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് റിസോഴ്സിൻ്റെ റിക്വസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ റിസോഴ്സിനെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ സൊല്യൂഷൻ അല്ലെങ്കിൽ അത് ഒരു സ്റ്റാർവേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് മാറും. ഓക്കെ, പിന്നെ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് തേർഡ് മെത്തേഡ് ഓഫ് പ്രിവെൻഷൻ ആണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് എലിമിനേറ്റ് സ്നോ പ്രീംപ്ഷൻ എന്നാണ്. അതായത് ഒരു പ്രോസസ്സിൻ്റെ അകത്തുള്ള പ്രീംപ്റ്റ് റിസോഴ്സ് എപ്പോഴും ഹൈ പ്രയോറിറ്റി പ്രോസസ്സായിരിക്കും. അപ്പോൾ ആ ഹൈ പ്രയോറിറ്റി പ്രോസസ്സെല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ഡെഡ് ലോക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എലിമിനേറ്റ് സർക്കുലാർ വെയിറ്റ് ആണ്. അതായത് ഓരോ റിസോഴ്സിനും ഓരോ ന്യൂമറിക്കൽ നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ R1, R2 അങ്ങനെയൊക്കെ ഓരോ ന്യൂമറിക്കലുള്ള നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ പ്രോസസ്സിന് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. അതായത് റിസോഴ്സിൻ്റെ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ, അതായത് നമ്പറിങ് ചെയ്ത അനുസരിച്ച് R1, R2 അതേപോലെ റിക്വസ്റ്റിൽ ആദ്യം R1 ആവും, പിന്നെ R2 ആവും, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് R3 അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതാണ് എലിമിനേറ്റ് സർക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡെഡ് ലോക്കിനെ ഡിറ്റക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഡെഡ് ലോക്കിനെ ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു റിസോഴ്സ് ഷെഡ്യൂളർ വേണം അല്ലേ. അതായത് ആ റിസോഴ്സിൻ്റെ ട്രാക്കെല്ലാം നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ റിസോഴ്സ് ഷെഡ്യൂളർ എന്ന് പറയുന്നത്. അതായത് ഏതൊക്കെ സ്ഥലത്താണ് ഓരോ പ്രോസസ്സും അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിസോഴ്സ് ഷെഡ്യൂളർ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഡെഡ് ലോക്ക് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എങ്ങനെയൊക്കെ ഏതൊക്കെ മെത്തേഡിൽ നമുക്കത് റിസോൾവ് ചെയ്യാമെന്ന് ആണ് താഴെ പറയുന്നത്. അതായത് ഒരു ഡെഡ് ലോക്കിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോസസ്സും, അതായത് ഓൾ ദ പ്രോസസ് ദാറ്റ് ആർ ഇൻവോൾവ് ഇൻ ദ ഡെഡ് ലോക്ക് ആർ ടെർമിനേറ്റഡ്. അതായത് ഡെഡ് ലോക്ക് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോസസ്സിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ഡെഡ് ലോക്കിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോസസ്സും ടെർമിനേറ്റ് ആയിപ്പോവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരിക്കലും ഒരു ഗുഡ് അപ്രോച്ച് അല്ല. അതായത് നമുക്ക് എല്ലാ പ്രോസസ്സിനെയും ഡിസ്ട്രോയ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത് അല്ലേ. അതായത് ഇപ്പോൾ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ആ ഒരു ഡെഡ് ലോക്കിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിട്ട് എല്ലാ പ്രോസസ്സും ഒറ്റയടിക്ക് അത് ടെർമിനേറ്റ് ആയി പോവുകയാണ്. ഓക്കെ, പിന്നെ അടുത്തത് റിസോഴ്സ് ക്യാൻ ബി പ്രീംപ്റ്റഡ് ഫ്രം സം റിസോഴ്സസ് ആൻഡ് ഗീവ് ടു അതേഴ്സ് ടിൽ ദ ഡെഡ് ലോക്ക് ഈസ് റിസോൾവ്ഡ്. അതായത് റിസോഴ്സിനെ നമുക്ക് പ്രീംപ്റ്റ് ചെയ്യാം. അതായത് ഏതെങ്കിലും റിസോഴ്സിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആ റിസോഴ്സിനെ പ്രീംപ്റ്റ് ചെയ്തിട്ട് വേറെ റിസോഴ്സിനെ നമുക്ക് കൊടുക്കാം. അതായത് ഡെഡ് ലോക്ക് റിസോൾവ് ആവുന്നത് വരെ നമുക്ക് ആ റിസോഴ്സിനെ നമുക്ക് പ്രീംപ്റ്റ് ചെയ്ത് വേറെ റിസോഴ്സിന് കൊടുക്കാമെന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഡെഡ് ലോക്ക് അവോയ്ഡൻസ് ആണ്. അങ്ങനെ നമുക്ക് ഡെഡ് ലോക്കിനെ അവോയ്ഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ പഠിച്ച മെത്തേഡൊക്കെ എന്തൊക്കെയാണ്, അതായത് ഒന്ന് പ്രിവെൻഷനാണ്, പിന്നെ ഒന്ന് ഡിറ്റക്ഷനാണ്. അപ്പോൾ നമ്മൾ പ്രിവെൻഷനും ഡിറ്റക്ഷനും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മളെപ്പോഴും ഒരു ഡെഡ് ലോക്ക് അവോയ്ഡ് ചെയ്യാനാണ് നോക്കുക അല്ലേ.
അപ്പോൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന്, അതായത് ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു കാര്യം നടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിനെങ്ങനെ ഒഴിവാക്കാമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് ഒരു ആക്ഷൻ എന്തെങ്കിലും എടുക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ഡെഡ് ലോക്കിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്ന് നമുക്ക് ആദ്യം ചിന്തിക്കേണ്ടതാണ്. അതായത് നമുക്കിപ്പോൾ റിസോഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു പുതിയ റിസോഴ്സ് യൂസ് ചെയ്യണം, അതായത് ഡെഡ് ലോക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് മോസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡൽ, അതായത് ഒരു ഡെഡ് ലോക്കിൻ്റെ അകത്തുള്ള മോസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു മോഡൽ, അതായത് മാക്സിമം നമ്പർ, അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പാണ് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്കത് അവരെ നീഡിനനുസരിച്ച് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഡെഡ് ലോക്ക് അവോയ്ഡൻസ് യൂസ് ചെയ്യുന്നത്. അതായത് ഡെഡ് ലോക്ക് അവോയ്ഡൻസിൻ്റെ ഒരു അൽഗോരിതം ഉണ്ട്. അതായത് നമുക്ക് ഡൈനാമിക്കായിട്ട് അതിൻ്റെ ഓരോ റിസോഴ്സിൻ്റെ അലോക്കേഷൻ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും ഈ അൽഗോരിതത്തിൽ കൂടെ. അതായത് ഏത് സ്റ്റേറ്റിലാണുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ സർക്കുലർ വെയിറ്റ് സിറ്റുവേഷൻ ആവരുത്. എപ്പോഴും നമുക്കൊരു റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റ് ഒരിക്കലും ഒരു സർക്കുലർ വെയിറ്റ് സിറ്റുവേഷനിലാവരുത്. അതാണ് അവോയ്ഡൻസ് അൽഗോരിതത്തിൽ പറയുന്നത്. പിന്നെ അടുത്തത് നമുക്ക് അതിൽ തന്നെ നമുക്ക് നോക്കാനുള്ളത് ഇങ്ങനെയൊക്കെ വേറെ രീതിയിൽ അവോയ്ഡൻസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് റിസോഴ്സ് ടൈപ്പ് വെച്ചിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമുക്കൊരു റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് സൈക്കിൾസ് ആർ നെസസറിലി വിച്ച് ആർ സഫിഷ്യൻറ്റ് ഫോർ ഡെഡ് ലോക്ക്. അതായത് നമുക്ക് സൈക്കിൾസ് യൂസ് ചെയ്തിട്ട് ഡെഡ് ലോക്കിന് ആവശ്യമുള്ള സൈക്കിൾസ് യൂസ് ചെയ്തിട്ട് നമുക്കത് ഒരു റിസോഴ്സ് ടൈപ്പ് അനുസരിച്ച് നമുക്കത് എടുക്കാം. അങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ അടുത്തത് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ഓഫ് എ റിസോഴ്സ് ടൈപ്പ്. നമ്മൾ നേരത്തെ നോക്കിയത് സിംഗിൾ ഇൻസ്റ്റൻസ് വെച്ചിട്ടാണ്. അപ്പോൾ അടുത്തത് നോക്കുന്നത് ഒരു മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് വെച്ചിട്ടാണ്. അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻസ്റ്റൻസ് ഒരു റിസോഴ്സ് ടൈപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ സൈക്കിൾസ് ആർ നെസസറി ബട്ട് നെവർ സഫിഷ്യൻറ്റ് ഫോർ ഡെഡ് ലോക്ക്. അതിൽ നമുക്ക് സൈക്കിൾസ് അത്യാവശ്യം തന്നെയാണ്, പക്ഷേ ഡെഡ് ലോക്കിന് അതൊരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തൊരു മെത്തേഡ് നമുക്ക് ബാങ്കേഴ്സ് അൽഗോരിതം.